ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം നമുക്ക് മാവ് അരച്ച ഉടൻ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ഒരാവശ്യമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് പച്ചരി ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. 4 മുതൽ 6 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കുതിർത്തിട്ട് രാവിലെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ രാത്രി കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. രാവിലെയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പച്ചരി നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. മിനിമം ഒരു 4 മണിക്കൂർ നേരത്തേക്കെങ്കിലും എന്തായാലും കുതിർത്തെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുപ്പമുള്ളതല്ല, നിങ്ങൾക്ക് ആ ഒരു വലുപ്പം ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലെയോ അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ടോ ഒന്ന് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. നേരത്തെ വെള്ളം മാറ്റാൻ വേണ്ടി വെച്ചിരുന്ന പച്ചരി ഞാനിവിടെ വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയിട്ട് മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പുഴുങ്ങിയെടുത്തിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. 1/4 കപ്പ് അളവ് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബാക്കിയുള്ള മുഴുവൻ വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മിക്സറിൻ്റെ ജാറ് കഴുകിയിട്ടും കൂടെ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വെള്ളം പാകത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ ദോശക്കൂട്ട് പോലെ ഒരുപാട് കട്ടിയുള്ള കൂട്ടല്ല നമുക്ക് വേണ്ടത്. ഒരല്പം ലൂസായിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. ഇതൊരല്പം കട്ടിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടലായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ നല്ല ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ പൊടിക്ക് പകരം നിങ്ങൾക്ക് സാധാരണ ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പച്ചക്കറികളെല്ലാം തന്നെ നല്ല ചെറുതായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ പാകത്തിന് വെന്ത് വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുത്ത എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ഉണ്ടാകുക. ഇനി ഇത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മാത്രം 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവരുത്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വളരെ കുറച്ച് എണ്ണ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പാകത്തിന് കൂട്ടൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 തവിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, ഇതിപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിൽ മാത്രമേ അകം വരെ വെന്ത് വരുള്ളൂ. ഏകദേശം ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഞാനിവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിപ്പം ഒരു ഭാഗം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇത് ഞാനിവിടെ മറിച്ചിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മറിച്ചും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയം എടുക്കില്ല ആ ഒരു ഭാഗം വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കുക്കിംഗ് ടൈമിൽ ചില വേരിയേഷനൊക്കെ വരാം. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റവിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ആ ഒരു സമയം ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ 2 ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ഒരാവശ്യമില്ല. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. എല്ലാവരുടെ വീട്ടിലും സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുക. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനായാലും ഇനി ഡിന്നറിനായിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പെർഫെക്റ്റ് ആണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.